നമസ്കാരം, മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം. 500 രൂപയും മള്ളൂർ വക്കീലും ഉണ്ടെങ്കിൽ പട്ടാപ്പകൽ നിങ്ങൾക്കൊരാളെ കുത്തിക്കൊല്ലാം. കേസ് വക്കീൽ നോക്കിക്കോളും. ഇതൊരു പഴയ പ്രയോഗമാണ്. കുശാഗ്രബുദ്ധിയായ ആ വക്കീൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എന്നാൽ ആ വക്കീലിൻ്റെ സ്ഥാനത്ത് ഒരു കൂട്ടം മാധ്യമങ്ങളുണ്ട് ഈ പണിയെടുക്കാൻ നമുക്ക് ചുറ്റും. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ നിങ്ങൾ എന്ത് കുറ്റം വേണമെങ്കിലും ചെയ്തോളൂ. നിങ്ങളെ വെളുപ്പിച്ചെടുക്കാൻ ചാനൽ മുറികളിലും പത്രം ഓഫീസുകളിലും ആൾ റെഡി. പക്ഷെ ഒരു ഉപാധി മാത്രം, നിങ്ങൾ ഏറ്റുമുട്ടുന്നത് CPIM നേതാക്കളോടോ CPIMന്റെ പ്രവർത്തകരോടോ ആയിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ നിസ്സഹായരാകും. ഏതു തരം കുറ്റവാളിയാണെങ്കിലും, അത് ലൈംഗിക വൈകൃതം തലയ്ക്ക് പിടിച്ച് സ്ത്രീകളെ തെരുവിൽ ഉദ്ധൃതലിംഗം ഉയർത്തിക്കാട്ടുന്നതിനാവട്ടെ, പാതിരാത്രിയിൽ മൂക്കറ്റം കുടിച്ചൊരു പാവം പത്രപ്രവർത്തകനെ വണ്ടി കയറ്റിക്കുന്ന IAS ഏമാനാവട്ടെ, ചുണ്ണാമ്പും ബ്രഷുമായി വെള്ളപൂശൽ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന മാധ്യമപ്രവർത്തകർ എത്ര അധമമായ ജീവിതമാണ് ജീവിച്ചു തീർക്കുന്നതെന്ന് അവർക്ക് തന്നെ ഒരു ബോധം ഉണ്ടാകേണ്ട സമയമാണിത്. രാത്രിയിൽ KSRTC ബസ്സുമായി നിരത്തിലിറങ്ങിയ ഡ്രൈവർ, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ജീവിത പങ്കാളി സച്ചിൻ ദേവ് MLA, മേയറുടെ സഹോദരന്റെ ഭാര്യ എന്നിവരൊക്കെ സഞ്ചരിച്ച വാഗണാർ കാറിനെ അപകടപ്പെടുത്താനുള്ള ശ്രമത്തെ അവർ ചെറുത്തതിനെ നമ്മുടെ മാധ്യമങ്ങൾ എത്ര നീചമായാണ് ചിത്രീകരിച്ചത് എന്ന് നോക്കൂ. സംഭവത്തിൽ കുറ്റക്കാരൻ ഡ്രൈവർ തന്നെയാണെന്ന് വ്യക്തമാണ്. അയാൾ അശ്ലീല ആംഗ്യം കാണിക്കുന്നതിൻ്റെ വീഡിയോ ലഭ്യമാണ്. തർക്കം നടക്കുന്ന സമയത്ത് മുൻകരുതലെന്നോണം നിരോധിക്കപ്പെട്ട ലഹരി വസ്തുക്കളുടെ കവർ പുറത്തിടുന്ന ദൃശ്യവുമുണ്ട്. മേയറല്ല, ആരായാലും തനിക്ക് പുല്ലെന്ന മട്ടിൽ സംസാരിക്കുന്നുമുണ്ട് അയാൾ. ഒരു ഭാഗത്ത് CPIM നേതാക്കളായ മേയറും MLAയും ആയതുകൊണ്ട് തന്നെ കുറ്റവാളിയെ ന്യായീകരിക്കേണ്ട സുപ്രധാനമായ ബാധ്യത മാധ്യമ പ്രതിപക്ഷ കൂട്ടുകെട്ടിൽ നിക്ഷിപ്തമാവുന്നു. ഡ്രൈവർ RSS അനുകൂല ട്രേഡ് യൂണിയനായ BMSന്റെ അംഗമായതുകൊണ്ട് BJPയും പിന്നെ യൂത്ത് കോൺഗ്രസും സമരവുമായി രംഗത്ത് വരുന്നു. ഇവർക്കൊക്കെ ആശയപരമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാധ്യമങ്ങളും എത്തുന്നു. കുറ്റവാളിയെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത് കുറ്റകൃത്യമാണ്. എന്നാൽ അയാളെ മാധ്യമങ്ങളിലൂടെ ന്യായീകരിക്കുന്നതിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ല. CPIM വിരുദ്ധ മഹാസഖ്യം മേയർക്കും MLAയ്ക്കുമെതിരെ നീങ്ങുന്നു. അതുവരെ സ്ത്രീകൾക്കെതിരെയുള്ള ഏതൊരു കുറ്റകൃത്യത്തിനെതിരെയും വിശാഖ വേഴ്സസ് ഗവൺമെൻറ് ഓഫ് രാജസ്ഥാൻ കേസിലെ വിധിപ്പകർപ്പൊക്കെ ഉദ്ധരിച്ച് വാചാലരാകുന്ന അവതാരകമാർ പോലും LH ചെയ്തത് എന്തോ മഹത്കൃത്യമാണെന്ന മട്ടിൽ വാഴ്ത്തുപാട്ടുകൾ പാടുന്നു. മേയറുടെ അധികാര പ്രമത്തതയ്ക്ക് മേൽ ശാപവചനങ്ങൾ ചൊരിയുന്നു. ഇതുവരെ മെയ്ദിനമെന്ന് ഉച്ചരിക്കാത്തവർ, മെയ്ദിനത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി മിണ്ടാത്തവർ, ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കാൻ കോർപ്പറേഷൻ പ്രമേയം പാസാക്കിയത് മെയ്ദിനത്തിലാണെന്നൊക്കെ വിലപിക്കുന്നു. തൊഴിലാളികൾ, അവരുടെ സംഘടനകൾ ഇതുവരെ വികസനം മുടക്കുന്നവരാണെന്ന് പറഞ്ഞവരാണ് ഇവരെന്ന് ഓർക്കണം. അപകടകരമായി വണ്ടിയോടിച്ച ഒരാളെ നിശബ്ദമായി ശപിച്ച് പിന്മാറുകയല്ല ആര്യ രാജേന്ദ്രൻ ചെയ്തത്. ഒരു നിമിഷം പോലും കളയാതെ അയാളെ തടഞ്ഞ് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. 25 വയസ്സ് മാത്രമുള്ള ആ യുവതിയുടെ ധീരതയെ അഭിനന്ദിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം അനുവദിക്കുന്നില്ലെങ്കിൽ അവരെ അപമാനിക്കാതിരിക്കാനെങ്കിലും ശ്രമിച്ചുകൂടെ? 2020 തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുക്കുമെന്ന് വ്യാമോഹിച്ചവരാണ് BJP നേതാക്കൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് വിമാനമിറങ്ങുമ്പോൾ കറുത്ത ഗൗണിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന രംഗം സ്വപ്നം കാണാത്ത BJP നേതാക്കൾ അന്ന് തിരുവനന്തപുരത്ത് ഇല്ലായിരുന്നു. കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ വോട്ട് കോർപ്പറേഷനിൽ തിരിച്ചു നൽകിയാൽ ജയം ഉറപ്പെന്ന് കിനാവ് കണ്ട് അതിനായി അവർ പഠിച്ച പണി 18 പയറ്റി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. എന്നാൽ ജനങ്ങൾ LDFന് ഭൂരിപക്ഷം നൽകി. സാധാരണ കുടുംബത്തിൽപ്പെട്ട 21 വയസ്സുള്ള ആര്യ രാജേന്ദ്രൻ അന്ന് മേയറായി. ബാലസംഘം നേതാവായ ആര്യയെ CPIM തലസ്ഥാനത്തെ മേയറാക്കിയത് മുതൽ തുടങ്ങിയതാണ് കോൺഗ്രസ് BJP പ്രതിപക്ഷത്തിൻ്റെയും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളുടെയും കട്ടക്കലിപ്പ്. ഒരു വനിതയാണെന്ന പരിഗണന പോലും നൽകാതെയുള്ള കടന്നാക്രമണങ്ങൾ, സൈബറിടത്തിൽ ക്രൂരമായ പരിഹാസവും അധിക്ഷേപങ്ങളും, മേയറുടെ പിഞ്ചു കുഞ്ഞിനെ പോലും അവഹേളിക്കുന്ന തരത്തിലുള്ള തങ്ങളുടെ മാനസിക വൈകൃതം BJPക്കാരും കോൺഗ്രസ്സുകാരും സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശനത്തിന് വെച്ചു. ഇത്തരം ആക്രമണം CPIM നേതാക്കൾക്കെതിരെയായാൽ അതൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കുക എന്ന ധർമ്മമാണ് മാധ്യമങ്ങൾ തുടരുന്നത്. ആ സാഹചര്യത്തിലാണ് മേയറുടെ കാറിനെ അപകടപ്പെടുത്താനുള്ള ഒരു ലുംബൻ ഡ്രൈവറുടെ ശ്രമം. നിരന്തരമായി ഹോണടിച്ച് ശല്യപ്പെടുത്തിയപ്പോൾ തിരുവനന്തപുരത്തെ പാളയത്ത് വെച്ച് ബസ്സിന് മുന്നിൽ കാർ നിർത്തി അവർ ചോദ്യം ചെയ്തു. മേയറാണെന്ന് അറിയാതെയാണ് താൻ കയർത്തതെന്ന് ഒരു ഘട്ടത്തിൽ ആ ഡ്രൈവർ സമ്മതിക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്ന ഒരു പൗരനെ തിരിച്ചറിയാതിരിക്കാൻ മാത്രം അജ്ഞാതയാണോ ഈ മേയർ? ഈ സംഭവത്തിന് ശേഷം LH എന്ന ഡ്രൈവറുടെ ആഖ്യാനം എത്ര ആവർത്തിയാണ് നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിച്ചതെന്ന് അറിയാമോ? അയാളുടെ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ റിപ്പോർട്ടർ TVയും ഏഷ്യാനെറ്റും മനോരമ ചാനലുമൊക്കെ എത്ര നീചമായാണ് മറച്ചുവെച്ചത്. അതുമാത്രമോ, അയാളുടെ ക്രിമിനൽ ആൻറ്റിസിഡൻസ്, അതായത് പൂർവ്വകാല കുറ്റകൃത്യങ്ങളുടെ ചരിത്രം പുറത്തു വന്നിട്ടും
ആ ക്രിമിനലിനെ ന്യായീകരിക്കുക എന്ന ദൗത്യത്തിൽ നിന്ന് പിന്മാറിയില്ല മുഖ്യധാര മാധ്യമങ്ങൾ. അതെല്ലാം ഒത്തുതീർപ്പായ കേസുകളാണെന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളിലെ അവതാരക സിംഗങ്ങൾ. പത്രങ്ങളാവട്ടെ ഈ ക്രിമിനലിൻ്റെ പൂർവ്വകാല ലീലകളെപ്പറ്റി ഒരു വാക്കുപോലും എഴുതിയിട്ടില്ല. ഇലക്ട്രൽ ബോണ്ട് എന്ന BJPയുടെ മഹത്തായ അഴിമതിയെക്കുറിച്ച് ഇതുവരെ വാതുറക്കാത്ത വിനു വി ജോൺ എന്ന ഏഷ്യാനെറ്റ് അവതാരകൻ തൻ്റെ പരദൂഷണ കമ്മിറ്റിയുമായൊക്കെ ചേർന്ന് നടത്തിയ ഈ ചർച്ചയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ധാരണയുള്ളതുകൊണ്ട് അതേക്കുറിച്ച് ഇവിടെ പരാമർശിക്കാൻ താല്പര്യമില്ല. ചർച്ചയ്ക്കൊടുവിൽ മേയറുടെയും സച്ചിൻ ദേവ് MLAയുടെയും രാജി എഴുതി വാങ്ങാനുള്ള പ്രമേയം വിനു വി ജോൺ അവതരിപ്പിച്ചിട്ടുണ്ടാവും. പാനലിസ്റ്റുകളായ ജോസഫ് സി മാത്യുവും MR അഭിലാഷും റജിമോൻ കുട്ടപ്പനും ഏകകണ്ഠമായി അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ടാവും. കൊടിയ ക്രൂരകൃത്യം ചെയ്ത ആര്യയെയും ഭർത്താവ് സച്ചിനെയും ഒറ്റക്കയറിൽ മരിക്കും വരെ തൂക്കിക്കൊല്ലാൻ ജഡ്ജ് വിനു വി ജോൺ വിധിക്കാതിരുന്നാൽ അവരുടെ ഭാഗ്യം. നാട്ടിലെമ്പാടും യദുവിനെ പൊന്നാട അണിക്കലും സ്വീകരണം നൽകലുമാണ്. CPM നേതാക്കളെ വിരട്ടി എന്നത് മാത്രമാണ് യോഗ്യത. അതേക്കുറിച്ച് പറയാൻ റിപ്പോർട്ടർ TVക്ക് എന്ത് ആവേശമാണെന്ന് നോക്കൂ. ഈ നവകാല ഹീറോയുടെ മുൻകാല ചെയ്തികളെക്കുറിച്ച് മുഖ്യധാര മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിക്കാത്തവരെ അക്കാര്യം അറിയിക്കാൻ മീഡിയ ഓഡിറ്റിന് ബാധ്യതയുണ്ട്. അത് ഇപ്രകാരമാണ്. 1. ഒരു സ്ത്രീയെ തൻ്റെ പാൻസിൻ്റെ സിബൂരി ലൈംഗിക അവയവം കാണിച്ച് ലൈംഗിക ബന്ധത്തിന് ക്ഷണിച്ചു എന്ന ഒരു കേസ്. ഈ കേസിൻ്റെ FIR ഇപ്പോൾ നേമം പോലീസ് സ്റ്റേഷനിലുണ്ട്. അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ചതിന് 2 കേസ്. കേസാവാത്ത 2 സംഭവങ്ങൾ കൂടി ഇതിനോടൊപ്പമുണ്ട്. 1. പള്ളിച്ചലിലുള്ള ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയതിന് അവരുടെ സഹോദരൻ പൊതിരെ തല്ലി ഓടയിൽ തള്ളി എന്നാണ് ഒരു കേസ്. 2ാമത്തേത് KSRTCയിലെ തന്നെ വനിതാ ജീവനക്കാരിയോട് അപമര്യാദയായി പെരുമാറിയതിന് അവരുടെ ഭർത്താവിൽ നിന്ന് തല്ലുവാങ്ങിയ സംഭവം വേറെ. ഇതിൽ ആദ്യത്തെ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കാതെ റിപ്പോർട്ടിലെ അവതാരക സുജയ പാർവതി ഉരുണ്ടു കളിക്കുന്ന രംഗം എത്രയോ അരോചകമായിരുന്നു. മുമ്പ് MM മണി എന്ന CPIM നേതാവിനോട് കൊരുത്തതിൻ്റെ പേരിൽ ശ്രീരാം വെങ്കട്ടരാമന് വീരപരിവേഷം നൽകിയവരാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ അയാൾക്ക് ചാർത്തി കൊടുത്ത പട്ടങ്ങൾ എന്താണെന്ന് മനോരമ, മാതൃഭൂമി, ഡൂൾ ന്യൂസ്, വനിത എന്നീ പ്രസിദ്ധീകരണങ്ങളിലെ ഈ വാർത്തകളിലുണ്ട്. ഗാന്ധിയും നെരൂദയും കുടികൊള്ളുന്ന മനസ്സുള്ളവനാണ് പോലും ശ്രീരാം വെങ്കട്ടരാമൻ. MM മണി സംഘി എന്ന് വിശേഷിപ്പിച്ചതോടെയാണ് മാധ്യമങ്ങൾക്ക് ഇയാൾ വീരനായകനായത്. പിന്നീട് ഒരു കൊടുംപാതിരയ്ക്ക് ബഷീർ എന്ന മാധ്യമപ്രവർത്തകൻ്റെ ശരീരത്തിലേക്ക് ഇയാൾ മദ്യപിച്ച് കാറിടിച്ചു കയറ്റിയപ്പോൾ ഈ സ്തുതിപാഠകരെയൊന്നും നമ്മൾ കണ്ടില്ല. വാർത്തകളിൽ ഇടം നേടിയ KSRTC ജീവനക്കാർ വേറെയുമുണ്ട്. മാധ്യമങ്ങളുടെ പുതിയ നായകനായ യദുവിനെ പോലെ അല്ലെന്ന് മാത്രം. ബസ്സിൽ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയവനെ ചോദ്യം ചെയ്തപ്പോൾ ഇറങ്ങി ഓടിയ ഒരു ക്രിമിനലിനെ ജീവൻ പോലും പണയപ്പെടുത്തി ഓടിച്ചിട്ട് പിടിച്ച KSRTC കണ്ടക്ടർ KK പ്രദീപിനെ നമ്മളിൽ പലരും മറന്നുപോയി കാണും. ഓർക്കുന്നുണ്ടോ? CPIM ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും കേരള ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ CITUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്നു പ്രദീപ്. പ്രതിയാവട്ടെ ലീഗ് പ്രവർത്തകനും. മാധ്യമങ്ങൾ അന്ന് പ്രദീപിനെതിരെ നിലകൊണ്ടു. ചിലർ ലീഗുകാരനായ പ്രതിയെ ന്യായീകരിക്കാനും ശ്രമിച്ചു. അതേ മാധ്യമങ്ങൾ തന്നെയാണ് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ ഭൂതകാലമുള്ള ഡ്രൈവർ യദുവിന് വീരപരിവേഷം നൽകുന്നത്. 2019 സെപ്റ്റംബർ 26 മനോരമ ഓൺലൈൻ നൽകിയ ഈ വാർത്തയൊന്ന് നോക്കൂ. മാസ് അല്ല മരണമാസ്. KSRTC ഡ്രൈവറെ മര്യാദ പഠിപ്പിച്ച് യുവതി എന്നാണ് തലക്കെട്ട്. ആ യുവതിയുടെ വീഡിയോയും ഒപ്പമുണ്ട്. അല്ല മനോരമേ, ഇതുതന്നെയല്ലേ ആര്യ രാജേന്ദ്രൻ എന്ന യുവതിയും ചെയ്തത്? CPMകാരിയല്ലാത്ത ഏതോ യുവതി ചെയ്യുമ്പോൾ അത് മാസല്ല മരണമാസ്. ആര്യ ചെയ്യുമ്പോൾ അധികാരത്തിൻ്റെ ദുർവിനിയോഗം, തൊഴിലാളി വഞ്ചന. 2019 നിന്ന് 24 മനോരമയുടെ 5 ലക്ഷം കോപ്പി മാത്രമല്ല നഷ്ടപ്പെടുന്നത്, അതിൻ്റെ സമചിത്തതയും സഹിഷ്ണുതയും കൂടിയാണ്. UDFന് വേണ്ടി നിങ്ങൾ എത്ര ഉച്ചത്തിൽ കുരയ്ക്കുന്നുവോ അത്ര തന്നെ നിങ്ങളുടെ വിശ്വാസ്യതയും സർക്കുലേഷനും ഇടിഞ്ഞ് നിലംപൊത്തും. കേരളത്തിലെ ഒരു പെർവർട്ടിനെ വെളുപ്പിക്കാനാണ് മുഖ്യധാരയുടെ ചരിത്ര ദൗത്യമെങ്കിൽ കർണാടകയിൽ NDAയുടെ ഭാഗമായ മറ്റൊരു സൈക്കോപാത്തിനെ കുറിച്ച് വാർത്ത നൽകാതിരിക്കലാണ് മുഖ്യധാരയുടെ മറ്റൊരു ധർമ്മം. കൊടും ക്രിമിനലായ ഹാസനിലെ MPയും NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലടക്കമുള്ള ഗോദി മീഡിയ. 200-ലധികം സ്ത്രീകളെയെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ട് പ്രജ്വൽ രേവണ്ണ. 2700-ലധികം അശ്ലീല വീഡിയോ അയാളുടെ ഫോണിൽ പകർത്തി സൂക്ഷിച്ചിട്ടുമുണ്ട്. അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നതോടെ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് മുങ്ങി. പ്രജ്വലിന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് സുഖസവാരി ഉറപ്പാക്കിയത് കോൺഗ്രസ് നേതാക്കളാണെന്ന് ആക്ഷേപം ഉന്നയിച്ചത്
പ്രജ്വലിന്റെ അച്ഛൻ രേവണ്ണ തന്നെയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഈ ക്രിമിനലിന്റെ വീഡിയോ പുറത്തു വന്നിട്ടും കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടി നടപടിയെടുക്കാത്തതെന്ത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പ്രജ്വൽ രേവണ്ണയ്ക്കുള്ള ഓരോ വോട്ടും നരേന്ദ്രമോദിക്കുള്ള വോട്ടാണെന്നാണ് പ്രധാനമന്ത്രി ഹാസനിൽ വന്ന് പ്രഖ്യാപിച്ചത്. ഇത്രയും സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രജ്വൽ രേവണ്ണയ്ക്ക് കവചമൊരുക്കാൻ BJPയും കോൺഗ്രസും മത്സരിക്കുകയായിരുന്നു. അക്കാര്യം ഗോദി മീഡിയ പറയുകയില്ല. ഇവിടെയും അതുതന്നെയല്ലേ സംഭവിച്ചത്? യദു എന്ന ക്രിമിനലിനെ കോൺഗ്രസ്സുകാരും BJPക്കാരും കൊണ്ടാടുന്നു. അരിക്കൊമ്പന് പോലും ഇത്രമാത്രം മാധ്യമ പരിലാളന ലഭിച്ചിട്ടുണ്ടാവില്ല. അരിക്കൊമ്പൻ, കട്ടപ്പനയിലെ മറിയ, റോബിൻ ബസ് ഉടമ കിറ്റക്സ് സാബു, നടൻ ജോയ് മാത്യു, ക്രൈം നന്ദകുമാർ, മറുനാടൻ സ്കറിയ, ബിഗ് ബോസ് താരം അഖിൽ മാരാർ എന്നിവരുടെ ഗണത്തിലേക്കാണ് യദുവിനെ മാധ്യമങ്ങൾ പിടിച്ചുയർത്തുന്നത്. കൊച്ചിയിലെ വാട്ടർ മെട്രോയ്ക്ക് 1 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. 20 ലക്ഷം പേർ വാട്ടർ മെട്രോയിൽ ഇതിനകം യാത്ര ചെയ്തെന്ന് വാർത്തകൾ വരുന്നു. വാട്ടർ മെട്രോയല്ല, വണ്ടർ മെട്രോ ആണിതെന്ന് കൊച്ചിക്കാർ പറയുന്നു. അത്രയും ജനപ്രിയമായിരിക്കെയാണ് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഈ പൊതുഗതാഗത സംവിധാനം. എന്നാൽ മനോരമയ്ക്ക് അതൊന്നും പ്രശ്നമേ അല്ല. കുത്തിത്തെറുപ്പാണല്ലോ സാർ ഞങ്ങളുടെ മെയിൻ എന്ന മട്ടിൽ മനോരമ ചാനൽ ഒരു വാർത്ത നൽകി. തുടക്കത്തിൽ 9 ബോട്ടായിരുന്നു വാട്ടർ മെട്രോയ്ക്ക്. 1 വർഷം പൂർത്തിയായപ്പോൾ 14 ബോട്ട് മാത്രം. അത് മഹാപ്രതിസന്ധിയാണ് പോലും. 1ാം വാർഷിക വേളയിലും പ്രതിസന്ധിയായി ബോട്ടുകളുടെ എണ്ണം എന്നാണ് തലക്കെട്ട്. എണ്ണം 9-ൽ നിന്ന് 14 ആയതും ടെർമിനലുകളുടെ എണ്ണം വർദ്ധിച്ചതും എങ്ങനെയാണ് പ്രതിസന്ധിയാകുന്നത് എന്ന് മലയാള മനോരമയ്ക്ക് മാത്രമേ അറിയൂ. മാമൻ മാപ്പിളയെ കല്ലറയിൽ കിടന്ന് തുമ്മിക്കുന്നതിനും ഒരു പരിധിയൊക്കെ വേണം. റിപ്പോർട്ടർ ഓൺലൈനിൽ ഒരു സൂപ്പർ എഡിറ്റിംഗ് നോക്കൂ. പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഒരു നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ബാങ്ക് ഭരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണെന്ന കാര്യം കൃത്യമായി റിപ്പോർട്ടർ ഒഴിവാക്കിയിരിക്കുന്നു. മറ്റൊരു ചാനലിനും കാണിക്കാത്ത പക്ഷപാതിത്വമാണ് ഈ എഡിറ്റിങ്ങിലൂടെ റിപ്പോർട്ടർ പ്രകടമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം LDF കൺവീനർ EP ജയരാജൻ റിപ്പോർട്ടറിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തലവനെ പരിഹസിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ജീവിക്കേണ്ട EP എന്നൊക്കെ. അതെ, ഇതൊക്കെയാണ് മുഖ്യധാര മാധ്യമപ്രവർത്തകരുടെ ജീവിതം. ഇതിന് ജീവിതമെന്നല്ല, അധമ ജീവിതം എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. മീഡിയ ഓഡിറ്റ് ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.